ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഗുരുവായൂരാണുള്ളത്. ഗുരുവായൂർ പരിസരത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് ഒന്ന് കാണുക. സുഹൃത്തുക്കളെ, ഇത് നമ്മളെ മഞ്ജുളാലാണ്. ആ മഞ്ജുളാലിൻ്റെ പരിസരമാണ് ഈ കാണുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളും എല്ലാ തരത്തിലുള്ള ആൾക്കാരും പലവിധ കച്ചവടങ്ങൾ, തെരുവ് കച്ചവടങ്ങളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും ജീവിതമാർഗമാണല്ലോ. അപ്പോൾ ആ ജീവിതമാർഗത്തിൻ്റെ കാഴ്ചകളും അതിൻ്റെ രഹസ്യ അറകളുമാണ് ഈ വീഡിയോയിൽ. പാനിപ്പൂരി, ഐസ്ക്രീം എന്ന് വേണ്ട, ചോളപ്പൊരി, ചോളോ, അങ്ങനെ ഒരുപാട് ഐറ്റംസുമായിട്ട് മലയാളികൾക്ക് പുറമെ ഹിന്ദിക്കാരും നാടോടികളും ഒക്കെ ഉണ്ട്. ബലൂണ്, പലതരത്തിലുള്ള ബലൂണുകൾ, കളിപ്പാട്ടങ്ങൾ ഒക്കെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന മഞ്ജുളാലിൻ്റെ പരിസരത്താണ്. വൈകുന്നേരമാകുമ്പോൾ അത്രയും ജനങ്ങളാണ്. ക്ഷേത്രത്തിന് വെളിയിലാണ് ഈ കാര്യങ്ങൾ. ക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്നും കുറച്ച് അകലെയാണ്, അറിയാലോ എല്ലാവർക്കും. മഞ്ജുളാലിൻ്റെ പരിസരവും ഇവിടെയുള്ള ഗ്രൗണ്ടിൻ്റെ ആ ഭാഗവും കേട്ടോ. ഇതെല്ലാം മിക്സിങ് ആണ്. കടല, പച്ചക്കറി എല്ലാം കൂടിയിട്ടുള്ള മിക്സിങ്. പാനിപ്പൂരിയാണ് മറ്റേത്. അപ്പോൾ അവർ എത്രമാത്രം വൃത്തിയുണ്ടോ ഇല്ലയോ എന്നിപ്പോൾ നമുക്ക് അറിയില്ല. മലയാളികളെ കടയായാലും എത്രമാത്രം വൃത്തിയുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴല്ലേ കാണുന്നത്, എല്ലാം റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം ഈ പച്ചക്കറീനെ കൊണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. എത്രമാത്രം പച്ചക്കറി അതിലെല്ലാം ഇടുന്നുണ്ടെന്ന് കണ്ടറിയണം. നമ്മളെ മഞ്ജുളാലിങ്ങനെ നിറഞ്ഞാടുന്നുണ്ട്. ഗരുഡനും അതിൻ്റെ പരിസരത്താണ് ഉള്ളത്. നല്ലൊരു സായാഹ്നമാണ് ഇവിടെ ഫെയർ നടക്കുന്നുണ്ട്, ഇവിടെ ഒരു മൈതാനത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ തെരുവ് കച്ചവടക്കാർ വല്ലതും നിറഞ്ഞു നിന്നത്. ഇത് പാലക്കാടിന് ഇളനീരാണ്, 100 രൂപയാ പാക്കറ്റിന്. ഇത് സത്യാഗ്രഹ കവാടത്തിൻ്റെ ആ മൈതാനമില്ലേ, അവിടെയാണ് ഈ പ്രോഗ്രാം, ഫെസ്റ്റിവൽ നടക്കുന്നത്. ഒരുപാട് ജനങ്ങളാണ് അത്യപൂർവമായിട്ടുള്ള ഈ പരിപാടി കാണാനും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ വരുന്നത്. വന്നും പോയും കൊണ്ടിരിക്കുന്നു. ഇരുടാകും തോറും കൂടുതൽ മനുഷ്യർ ഇവിടത്തേക്ക് എത്തുകയാണ്. അങ്ങനെ ഗുരുവായൂരിൻ്റെ തിരുവോരങ്ങൾ, ആ നഗരം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. എല്ലാവരും ആഘോഷത്തിമിർപ്പിൽ ആനന്ദിക്കുകയാണ്. അവിടെ നടന്ന ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. നിങ്ങളുടെ മുഴുവനായിട്ടും കാണുക. ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും. ആ മഞ്ജുളാലിൻ്റെ സൈഡിലേക്ക് കൂടി നേരെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഫുട്പാത്താണ്. അതിമനോഹരമായ ഫുട്പാത്ത് സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് നഗരസഭ. ഈ ഫുട്പാത്തിൻ്റെ സൈഡിൽ തന്നെ പാവങ്ങളായ കുറേ പേർ ഇരുന്ന് ഭിക്ഷാടനവും, അതുപോലെ നമ്മളെ ഈ പക്ഷിശാസ്ത്രം, ഈ തത്തമ്മയെ കൊണ്ട് കാർഡെടുത്ത് അതിനെപ്പറ്റി പറയുന്ന, നക്ഷത്രവും പറഞ്ഞ് പറയിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരവിടെ നിന്നിട്ടുണ്ട്. ഇതുപോലെ ചെണ്ടകൾ വിൽക്കുന്ന ഹിന്ദി പയ്യന്മാർ, അച്ച് ഒട്ടിക്കുന്ന സംഭവങ്ങൾ ഒക്കെ, അങ്ങനെ നിറഞ്ഞ പല തരത്തിലുള്ള സംഭവങ്ങളുണ്ട് ഗുരുവായൂർ. ഇതോരോ സീസണിലാണ് ഈ പ്രോഗ്രാം ഉണ്ടാകുന്നത്. 1-2 ആഴ്ച ഉണ്ടായി ഇവിടെ. അങ്ങനെ ഈ ഗ്രൗണ്ടിലേക്ക് ഞാൻ കയറുകയാണ്. ഗ്രൗണ്ടിലേക്ക് കയറുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് പോക്കറ്റ് അടിക്കാറും തട്ടിപ്പുകാറും ഒക്കെ വിലസുന്ന ഒരു സ്ഥലമാണ് എന്നാണ് അറിയപ്പെടുന്നത്, കേട്ടിട്ടുള്ളത്. നമ്മൾ ഈ ആകാശത്തൊട്ടെല്ലാം താഴെ നിന്ന് മേലെ നോക്കി കാണുമ്പോൾ നമ്മളെ പിറകുവശത്ത് വന്ന് നിന്ന് പോക്കറ്റടിച്ച് പോകുന്ന എത്രയോ സന്ദർഭങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ.
അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കൂ, കുട്ടികളും മുതിർന്നവരൊക്കെ ആനന്ദിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ എന്തൊരു ചേലാണല്ലേ. നമ്മൾ ഈ പ്രായത്തിൽ നമുക്ക് ഇതേപോലെ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ ചിരിക്കും, കാണുന്നവർ ചിരിക്കും അല്ലേ. അതെ, അപ്പം നമ്മൾ ആസ്വദിക്കേണ്ട പ്രായത്തിലെല്ലാം ആസ്വദിക്കണം. ജീവിതം അങ്ങനെയാണ്, പിടിവിട്ടാൽ പോയി. അതുകൊണ്ട് ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ആസ്വദിക്കണം. പിന്നെ പ്രായം എന്നും നോക്കണ്ട, മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു നോക്കണ്ട. നമുക്ക് ഇഷ്ടം ഏതാണോ അത് ചെയ്യുക, അതാ വേണ്ടത്. ഇത് മോട്ടോർ സൈക്കിൾ അഭ്യാസമാണ്. അത് അത്രയും വലിയ മരണക്കുണ്ട് എന്ന് പറയാം അല്ലേ. കുണ്ടിന് അങ്ങനെയല്ലേ പറയാം. ഈ മരണക്കുണ്ടിലുള്ള അഭ്യാസം DJ അമ്യൂസ്മെൻറ്റ് സൈക്കിൾ സർക്കസാണ് പറയുന്നത്. മോട്ടോർ സൈക്കിൾ സർക്കസ്, അതാണ് ഇതിൻ്റെ അവസ്ഥ. ആകാശത്തൊട്ടിൽ, അതിമനോഹരമായ തൊട്ടിലാണ്, വർണ്ണമനോഹരമാണ്. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തന്നെ തോന്നില്ല, നാട്ടിലേക്ക് പോകാൻ തന്നെ തോന്നില്ല. അത്രയും മനോഹരമായ ഒരു നൊസ്റ്റാൾജിയ അനുഭവമാണ് എല്ലാവർക്കും സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും. ഭക്തി നിർഭരമായ ആ കാഴ്ചയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. ഇത് പുറത്താണ്, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ 1 കിലോമീറ്റർ പുറത്താണ് ഈ സംഭവങ്ങൾ. ഇവിടെയായാലും ആഘോഷ രാവുകളാണ്, രാവിലെയും വൈകുന്നേരം മുതൽ രാത്രി വരെ ഫുൾ ടൈം അതിൻ്റെ ആ ഒരു അലയൊലികൾ, ആഘോഷ തിമിർപ്പ് ഉണ്ടാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. പ്രത്യേകിച്ച് വിദേശ മലയാളികളെല്ലാം എത്തിക്കുക. അവരെല്ലാവരും ഇത് കണ്ട് ആനന്ദിക്കട്ടെ, ആഘോഷമാകട്ടെ, മനസ്സെപ്പോഴും പുഞ്ചിരിയോടൊരു നിലയിൽ നിൽക്കട്ടെ.